ഒരു കാർഡ്ബോർഡും കുറച്ച് പിസ്താ ഷെൽസ് കൊടുക്കാണ്ടോ? എന്നാവാ നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളെന്ത് ചെയ്യുക, കാർഡ്ബോർഡ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. റൗണ്ടിലാക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കുക. സ്ക്വയറിലാക്കണമെങ്കിൽ സ്ക്വയറിലാക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ഷേപ്പിലാക്കുക. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അത് നമ്മൾ ജസ്റ്റ് വൈറ്റും ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ അങ്ങനെ 3 കളർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക ഫുള്ള്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പിസ്താ ഷെൽ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഫുള്ള് ഒട്ടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതാണ് നമ്മളെന്ത് റോക്സ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊക്കെ തോന്നുന്നുണ്ടോയെന്നൊന്നും അറിയില്ല, ലാസ്റ്റ് ആകുമ്പോൾ തോന്നിക്കോളും. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് ബ്ലാക്കിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മീനൊക്കെ വെച്ചായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് നമുക്കത് പിന്നെ മീൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ മീനിന് ഇതേമാതിരി തന്നെ പിസ്തൻ്റെ ഷെൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേമാതിരി ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുക ചെയ്യുക. പിന്നെ നമ്മൾ കടലിൻ്റെ അടിയിൽ പായലും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുക. ഒരു ഗ്രീൻ കളർ എടുത്ത് കണ്ടിട്ട് വരച്ചെടുക്കുക. ഇന്ത്യൻ്റെ തന്നെ പെയിൻറ്റ് ഒരു സുഖമില്ലേ, വരച്ചപ്പം ഗ്രീൻ എന്നിട്ട് ഭയങ്കര ഡാർക്കായി പോലെ ഉണ്ട് കാണാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ ആണല്ലോ, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. പിന്നെ നമ്മൾ ആ പിസ്തലിന് വേണ്ടിയിട്ട് പിന്നെ മേലെ ഒട്ടിച്ചു കൊടുത്തില്ലേ, നമുക്ക് നമ്മൾ മീനിനെ എന്ത് ചെയ്യാം, ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള എന്താ, എങ്ങനെയൊക്കെ മീൻ, എങ്ങനെ ഇന്ത്യയിലുള്ള മീൻ ചിലപ്പോൾ ഉള്ള മീനൊന്നും അല്ല, പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ മീൻ ഉണ്ടാക്കിയെടുക്കല്ലോ, അങ്ങനെ പെയിൻറ്റ് ചെയ്യാത്ര തന്നെ. എന്നിട്ട് പിന്നെ ഒരു കുറച്ചൊരു കണ്ടും ഒരു ചിരിക്കണ മീനൊക്കെ ആക്കി കൊടുക്കാം. വേണമെങ്കിൽ ചിരിക്കണ മീനാക്കാം, അല്ലെങ്കിൽ ചിരിക്കാത്ത മീനാക്കാം, എന്ത് വേണമെങ്കിലാക്കാം. എന്നിട്ട് പിന്നെ അവിടെ ഒരു ബബിൾസൊക്കെ പോണ പോലെ ഒരു വൈറ്റ് കളർ മാർക്കർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പോയി ഒരു സ്റ്റാർ ഫിഷിനെ വരയ്ക്കാൻ നോക്കി കൊളാക്കിക്കണം. അത് സാരില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് കൊളായിക്കണം. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോഴത്തേന് നമ്മളെന്താവും, സാധനം ഇവിടെ സെറ്റാവും. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഞാൻ ഇത്ര രസമാണെന്ന് വിചാരിച്ച് ചെയ്തതല്ലേ, ഇനി വെറുതാണ്ട് ഏതായാലും പിസ്തൻ്റെ ഷെല്ലൊക്കെ അവിടെ വെറുതെ കിടക്കല്ലേ, ചെയ്തൊക്കെ വിചാരിച്ച് ചെയ്ത് നോക്കിയത്. ഇനി കുറേ ആയി പിസ്ത ഷെല്ല് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ വാൾ ഡെക്കറാക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കറാക്കിയിട്ടൊക്കെ വെക്കാം. അതിനൊക്കെ സെറ്റാണ്, അങ്ങനെ വെച്ചാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.